ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ചേരുവൊക്കെ ചേർത്തുണ്ടാക്കണ ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1.25 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ പൊട്ടിച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചതും ചെറിയൊരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ചായയെ സ്പെഷ്യലാക്കുന്ന ചേരുവ ചേർത്ത് കൊടുക്കുന്നത് ചായ ഉണ്ടാക്കുന്നതിൻ്റെ അവസാനത്തിലാട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചായപ്പൊടി നിങ്ങളെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ചായപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ആക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ചായ അരിച്ചെടുത്തതിന് ശേഷം ചായ സ്പെഷ്യലാക്കുന്ന ചേരുവ ചേർക്കുകയാണ്. ഇപ്പോൾ 2 തുള്ളി വാനില എസൻസ് ആട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ചായ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചായക്ക്. വാനില എസൻസ് ഒഴിച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.